കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദ ഗ്രോയിങ് ഏജ് ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം. അനദർ ഹാഫ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം. അത് ഡയറി പ്രൊഡക്റ്റ് ആയിരിക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കണ്ടന്റുള്ള ഫുഡുകളായിരിക്കാം. അതുപോലെ തന്നെ അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് സീരിയൽസ് ആയിരിക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന 4ൽ 2 ഭാഗം, അതായത് 4ൽ പകുതി എന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ബാക്കി 4ലൊന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പാർട്ടിക്കിൾസും, ബാക്കി 4ലൊന്ന് സീരിയൽസ് അഥവാ ഗ്രെയിൻസും ആയിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഗ്രോയിങ് ഇൻഡിവിജ്വൽസിലൊക്കെ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജങ്ക് ഫുഡ് ഈറ്റ് ചെയ്യുക എന്നുള്ളത്. ജങ്ക് ഫുഡ് പറഞ്ഞാൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളെ നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയാം. ഇത് ആക്ച്വലി നമുക്ക് ഒരുപാട് അൺഹെൽത്തി കേസസ് നമുക്ക് ഉണ്ടാക്കും, ഒരുപാട് ഹെൽത്ത് ഡിസോസസ് ഉണ്ടാക്കും, ഒരു ഹെൽത്ത് ഡിസീസസ് ഉണ്ടാക്കും, ലൈക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതുപോലെ തന്നെ ഒബീസിറ്റി പോലത്തെ ഈവൻ ക്യാൻസറിന് പോലും എന്താണ് ജങ്ക് ഫുഡുകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഡോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ SCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത എന്നാണ് ഇതുപോലെ നമ്മൾ നോർമലായിട്ട് കുട്ടികൾ കണ്ടുകൊണ്ടിട്ടുണ്ട്, അത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ നോർമൽ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ബോഡിയിൽ കയറി ചെന്നാലേ നമ്മുടെ ബോഡിയിലെ ബ്രെയിനുകളൊക്കെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്താണ് സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് നോട്ട് ഹെൽത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അളവിൽ ന്യൂട്രിയൻസ് ഇല്ലാതിരിക്കുന്ന ഒരു ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാൽ ന്യൂട്രീഷൻ ലീഡ്സ് ടു മെനി ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് മെനി അതർ പ്രോബ്ലംസ്. ലൈക്ക് ഏതൊക്കെയാണ് നമുക്ക് മാൽ ന്യൂട്രീഷൻ നോക്കാം. ഒന്നാമത് ഫാറ്റീഗ്. മാൽ ന്യൂട്രീഷൻ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് ഫാറ്റീഗ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൗസിനെസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്, നമുക്ക് പഠനത്തിലൊന്നും അറ്റൻഷൻ കറക്റ്റ് കിട്ടാതിരിക്കുക. അതേപോലെ ലോസ് ഓഫ് മെമ്മറി ലോസും മാൽ ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് കിട്ടും. സോ ചിൽഡ്രൻ നീഡ് ടു ഗെറ്റ് യൂസ്ഡ് ടു ടേക്ക് എ പ്രോപ്പർ ഡയറ്ററി ഹാബിറ്റ്സ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കോൺസെപ്റ്റാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ്.